എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധി തുടരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് പോകേണ്ട വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. സർവീസ് മുടങ്ങുന്നത് മൂലമുള്ള യാത്രാ പ്രതിസന്ധി തുടരുമെന്ന സൂചന നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് MD കത്തയച്ചിട്ടുണ്ട്. ജീവനക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും MD അലോക് സിംഗ് തുറന്ന കത്തിൽ വ്യക്തമാക്കുന്നു. സുനിഷ അയ്യലൂർ തിരുവനന്തപുരം വിമാനത്താവളത്ത് നിന്ന് ചേരുന്നു. സുനിഷ, രാവിലെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. 20-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്രക്കാരുടെ വലിയ പ്രതിഷേധം കണ്ടു. രാത്രിയിലും ഇത് തുടരുന്ന സാഹചര്യം തന്നെയാണോ? തീർച്ചയായിട്ടും വിനീത, അങ്ങനെ തന്നെ വേണം കരുതാൻ. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയതോടുകൂടി പെരുവഴിയിലായിരിക്കുകയാണ് യാത്രക്കാർ. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇന്ന് 10:10 ദമാമിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ പലകുറി വിളിച്ചു ചോദിച്ചപ്പോഴും ഡിലേഡ് എന്നൊരു ആൻസർ മാത്രമാണ് നൽകിയിരുന്നത്. പക്ഷേ റദ്ദാക്കി എന്ന് പറയുന്നത് എയർപോർട്ടിലെത്തി വിമാനം എടുക്കാൻ വെറും 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ മാത്രമാണ്. പിന്നെ എങ്ങോട്ടേക്ക് എന്ത് ചെയ്യണമെന്നത് അറിയാതെ യാത്രക്കാർ ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നത്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ ഡിലേ ആണ് അല്ലെങ്കിൽ റദ്ദാക്കിയെന്ന് അറിയാം? റദ്ദാക്കിയെന്ന് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് റദ്ദാക്കിയെന്ന്. എനിക്ക് ഇത് ദമാം ഫ്ലൈറ്റിന്റെ കാര്യമാണ്. എനിക്ക് അബുദാബി ഫ്ലൈറ്റ് ആണ് രാത്രി 1:10. ഞാൻ ചോദിച്ചു എറണാകുളത്ത് നിന്ന് വരുവാണ്. ഞാൻ ചോദിച്ചു ഫ്ലൈറ്റ് ഉണ്ടോ? 99% ചാൻസ് ഇല്ല, നിൽക്കണം, ഉറപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. ഇനിയിപ്പോൾ നാളത്തേക്ക് ഡേറ്റ് ആണെന്ന് പറയുന്നു. നാളെ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ നാളെയും ഉറപ്പില്ല. അവർക്ക് ഉറപ്പ് പറയില്ല. 5 ദിവസത്തേക്കുള്ള പ്രശ്നമാണ് അവർ പറയുന്നത്. എന്ത് ചെയ്യും? സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല. ഇത്ര ഫെയർ കൊടുത്ത് 3 ടിക്കറ്റാണ്, ഒരു വഴിയില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ ഓൺ ടൈമാണ്. അവിടെ ഇപ്പോഴും ഓൺ ടൈമാണ് പറയുന്നത്. ഇവർക്ക് ഒരു അപ്ഡേഷനും ഹെഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇവർ സാധുക്കളാണ്, ഇവർക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഇവർക്ക് അറിയില്ലൊന്നും, ഹെഡിൽ നിന്ന് അപ്ഡേഷൻ ഒന്നുമില്ല. അവർക്ക് ഒരു മെസ്സേജ് പോലും അയക്കാൻ പറ്റിയിട്ടില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്നുള്ള ഒരു മെസ്സേജ് ഇതുവരെയായിട്ട് അയക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ 15 പ്രാവശ്യോളം വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഓൺ ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് അറിയിച്ചത്. ഇവിടെ വന്നിട്ട് ഇത്ര നേരം ആ സ്ക്രീനിൽ നോക്കിയപ്പോൾ ഓൺ ടൈം തന്നെ കാണിച്ചത്. പക്ഷേ അവസാനം ടൈമായിട്ടും കാണാതായപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ അറിയിക്കുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു. എന്നിട്ടും അതിൽ ഓൺ ടൈം എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇവിടെ ജനങ്ങൾ ഒച്ചുണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ ക്യാൻസൽ ആയി അറിയിക്കുന്നത്. അബുദാബിയിലേക്ക് പോകാനായിരുന്നു. ഞാൻ ദമാമിലേക്ക് പോകാനാണ്. 7:12 അവരയച്ച മെസ്സേജാണ് ഫ്ലൈറ്റ് ഓൺ ടൈം എന്ന്. ഇന്ന് 7:12 അങ്ങനെയാണ് പുറപ്പെട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഫ്ലൈറ്റ് ഡിലേഡ് 45 മിനിറ്റ് ഡിലേഡ് കാണിച്ചു. അതിനുശേഷം സഡൻലി ക്യാൻസൽ ആയി ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയാൻ വയ്യ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മാനേജർ ഇല്ല എന്ന് ഫസ്റ്റ് പറഞ്ഞു. ഇവിടെ കൂടുതൽ മാനേജർ ഇതുവരെ വന്നിട്ടില്ല, മാനേജർ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ടിക്കറ്റ് അപ്പോൾ പറഞ്ഞ് 10-ാം തീയതിക്ക് മാറ്റിത്തരാം. 10-ാം തീയതി ഷുവറാണോ? അത് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. 11-ാം തീയതി ഞങ്ങൾക്ക് ഷുവർ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ നിങ്ങൾ ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് 7 to 14 വർക്കിംഗ് ഡേയ്സിനകത്ത് അത് നമ്മൾ ഏത് ട്രാവൽസിലാണ് ടിക്കറ്റ് എടുത്തത് അവരുടെ അക്കൗണ്ടിലാണ് ഇത് വരുന്നത്. ഞങ്ങൾ ട്രാവൽസിലെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം വെച്ചാൽ റീഫണ്ടിന് നിൽക്കരുത്, റീഫണ്ട് നിന്ന് കഴിഞ്ഞാൽ തൊല്ലയാണെന്നാണ് അവർ ട്രാവൽസുകാർ പറയുന്നത്. നമ്മൾ കൊല്ലത്തുനിന്നും ഈ പുള്ളി എറണാകുളത്ത് വരുന്നതാണ്. ഇതാണ് നിലവിലെ സ്ഥിതി. പല ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയതാണ്. പക്ഷേ ഇപ്പോഴും പോകാൻ ഒരു വഴിയുമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്. റീഫണ്ട് ചെയ്യുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യക്ക് പോലും ഏതായാലും കൃത്യമായ ഒരു വിവരം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും പ്രതിസന്ധി തുടരുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള പ്രതിഷേധമാണ് കണ്ടത്. ഏതായാലും പ്രതിസന്ധി തുടരും. ഇത്തരത്തിൽ ഫ്ലൈറ്റ് മുടങ്ങുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് MD നൽകുകയും ചെയ്യുന്നത്. സുനിഷയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.